തീരസംരക്ഷണ സേനയുടെ ചരിത്രത്തിൽ ഇത് ഒരു സുവർണ നിമിഷമാണ്. രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം ഒരു പടി കൂടി ഉയർന്നിരിക്കുന്നു സമുദ്രപ്രതാപിലൂടെ. കോസ്റ്റ് ഗാർഡ് ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ്. ഗോവയിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കപ്പൽ കമ്മീഷൻ ചെയ്തു. പ്രതിരോധ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ കുതിക്കുന്നത്. ആ യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സമുദ്രപ്രതാപ്. 60% തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ ആത്മനിർഭർ ഭാരതിന് മുതൽക്കൂട്ടാവുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യക്കുള്ള പ്രതിജ്ഞാബദ്ധതയും എടുത്തുകാട്ടുന്നു. सबसे पहले मैं इंडियन कोस्ट गार्ड के सभी ऑफिसर्स और सेलर्स को हृदय से बधाई देता हूं. आप लोग जिस तरह समय, मौसम और परिस्थितियों की परवाह किए बिना हमारे कोस्ट की सुरक्षा में जुटे रहते हैं, अपने आप में मैं मानता हूं यह बेहद सराहनीय है. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് സമുദ്രപ്രതാപ് നിർമ്മിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള 2 മലിനീകരണ നിയന്ത്രണ കപ്പലുകളിൽ ആദ്യത്തേതാണിത്. 22 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗത, 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാനുള്ള കഴിവ്, ഏകദേശം 4200 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൺട്രോളബിൾ പിച്ച് പ്രൊപ്പല്ലറുകളും ഗിയർ ബോക്സുകളും പ്രവർത്തിക്കുന്ന 2 7500 കിലോവാട്ട് ഡീസൽ എഞ്ചിനുകളാണ് സമുദ്രപ്രതാപിന് കരുത്ത് പകരുന്നത്. മറ്റ് നൂതന സംവിധാനങ്ങൾക്കൊപ്പം ഒരു മലിനീകരണ നിയന്ത്രണ ലബോറട്ടറിയും ഇതിലുണ്ട്. അതാണ് സമുദ്രപ്രതാപിന്റെ ഹൈലൈറ്റ്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങളെ സംരക്ഷിക്കുക എന്ന സുപ്രധാന ദൗത്യത്തിനൊപ്പം നമ്മുടെ സമുദ്രങ്ങൾ സുരക്ഷിതവും മലിനമുക്തവുമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യവും ഇതിലൂടെ സാധ്യമാകും. എക്കണോമിക് സോണിലും അതിനപ്പുറവും ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച, സമുദ്ര അടിയന്തരാവസ്ഥകൾ, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ നേരിടാനുള്ള കോസ്റ്റ് ഗാർഡിന്റെ ശേഷി ഇതിലൂടെ ഗണ്യമായി വർദ്ധിക്കും. ICGS Samudra Pratap, Majesty of the Seas, safeguarding India's maritime future. 2047 വികസിത ഭാരതമാവുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നത്. സമസ്ത രംഗത്തും ആ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ പോയിന്റിലേക്ക് എത്തിച്ചേരാനാകൂ. സമുദ്രപ്രതാപിനെ പോലുള്ള ഓരോ മുന്നേറ്റവും ആ ചരടിലെ മുത്തുകളായി കോർക്കപ്പെടുന്നു എന്നതാണ് സത്യം.